പുറത്ത് നല്ല മഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു സ്നോമാനെ ഉണ്ടാക്കാൻ പോവാന്ന്. ആക്ച്വലി വീഡിയോ ഇടാൻ ഞാൻ ലേറ്റായി പോയി. കമോൺ ഗൈസ്, നമുക്ക് പുറത്ത് പോയി നമുക്കൊരു സ്നോമാനെ ബിൽഡ് ചെയ്യാം. ടിടിൻ ടിടിൻ ടിടിൻ. ഇങ്ങനെ ഞാൻ കോട്ടും ഷൂട്ടൊക്കെ ഇട്ട് ഞാൻ പോവുകയാണ്. എല്ലാം സെറ്റായി, എൻ്റെ സ്റ്റാൻഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഞാൻ സ്നോമാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ സ്റ്റാൻഡും വെച്ച് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ നടന്നു ക്യാമറ ഇറ്റ്സ് ഓക്കെ ആണോ, അളവെടുത്ത് പോയി. ഇവിടെ ഞാൻ നിന്നു. ഓക്കെ, ഇനി ഇവിടെയാണ് സ്നോമാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് കോട്ടൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ ബിൽഡ് ചെയ്യുകയാണ് ഗൈസ്. ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യവും മഞ്ഞിലിങ്ങനെ സ്നോമാൻ ബിൽഡ് ചെയ്യുക, മഞ്ഞിലിങ്ങനെ ഇരിക്കുക. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഈ തണുപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഇവിടെ ജസ്റ്റ് മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഈ സ്നോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്നോ ആണെങ്കിൽ കാണാനെങ്കിലും കൊള്ളായിരുന്നു. പക്ഷേ ഈ കോടമഞ്ഞ് അത് ഒരുമാതിരി വൃത്തികെട്ട സംഭവമാണ്. ഏതെങ്കിലും 1-2 ദിവസം ടൂർ പോയതാണെങ്കിൽ ഇത് നമുക്ക് എൻജോയ് ചെയ്ത് ആസ്വദിക്കായിരുന്നു. പക്ഷേ ഇവിടെ തന്നെ എവറിഡേ ലൈഫാകുമ്പം ഒരു സുഖമില്ല. കുറേ പ്രാവശ്യം ഞാൻ കൊതിച്ചിട്ടുണ്ട്, ഭഗവാനെ നാട്ടിലത്തെ ആ ഒരു ചൂട് കിട്ടിയെങ്കിൽ. പക്ഷെ അതെന്തായാലും ഇപ്പോഴേ എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇവിടെ സ്നോ ഉണ്ട്. ഫസ്റ്റ് കുറച്ച് മടിയായി. പക്ഷെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എന്നെ സ്നോമാനെ ബിൽഡ് ചെയ്യി. അനിയത്തിക്ക് പറഞ്ഞു എന്നോട് ചേച്ചി ഞാൻ വീഡിയോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓൾറെഡി കിട്ടിയ ഇത് വെച്ചിട്ട് ഞാൻ സ്നോമാൻ ഉണ്ടാക്കാൻ പോയതാണ്. എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല. ഈ ഫ്രഷ് സ്നോ അല്ല, ഇത് തലേദിവസം രാത്രി പെയ്ത സ്നോ ആണ്. അതുകൊണ്ട് നമുക്കിന്ന് സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനോ അതിനൊന്നും പറ്റുന്നില്ല. അത് ഏകദേശം അവിടെ ഇങ്ങനെ കട്ട പിടിച്ചു പോയി. ജസ്റ്റ് നമ്മൾ കയ്യിലെടുത്തിട്ട് വെക്കുമ്പോൾ തന്നെ അത് കട്ടയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ കെട്ടി ചെയ്തത്. സ്നോ പിന്നെ ഒരു ക്യാരറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കണ്ണാക്കാനും ബട്ടൺസ് ആക്കാനൊക്കെ ഞാൻ ബ്ലാക്ക് കളർ സാധനം തപ്പി നടന്നിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ വേഗം അതിനു വേണ്ടി പോയി. അങ്ങനെ ഞാൻ സ്നോമാനെ ബിൽഡ് ചെയ്യാണ്. ഞാൻ പിന്നെ വിചാരിച്ചു ഈ സ്നോമാൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അമ്മ അനിയത്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് അടിച്ച് പൊളിക്കായിരുന്നു. മീൻസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരുപാട് സ്നോയിൽ കളിക്കട്ടെ. പക്ഷേ ഇതിപ്പം കുറച്ച് ടൈമും പിന്നെ അതുമാത്രമല്ല വേറെ കാര്യം, ഈ കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് വെച്ചാൽ കയ്യിലെ ഗ്ലൗസ് ഞാൻ ഊരി മാറ്റിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ സ്നോ പിടിക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടൊക്കെ ചെയ്തു. കാരണം ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആക്കാൻ പറ്റത്തില്ല. എൻ്റെ സ്നോമാന് വലിയ ഷേപ്പോ കാര്യമോ ഒന്നുമില്ല. പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം, കണ്ടോ, ഇത് ഒരുമാതിരി സ്നോ പപ്പീനെ പോലെയൊക്കെ ഉള്ളത്. വലിയ ഷേപ്പും കാര്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് ഇതാക്കി. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഒരു കാര്യം മെല്ലെ ചെയ്ത് ഇങ്ങനെ ക്ഷമയോടൊന്നും ചെയ്യാനറിയില്ല. എനിക്ക് എന്ത് ചെയ്താലും പെട്ടെന്ന് തീരണം. അങ്ങനെ ക്ഷമയൊന്നും ഇല്ലാതെ ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെൻ്റെ ഒരു തൊപ്പി ഇട്ട് കൊടുത്തു. സ്നോ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ കളിക്കാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു വിഷമമായിരുന്നു എനിക്ക്. കുറേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് കൂടെ ഇവിടെ വന്നിനെങ്കിൽ അടിപൊളിയാവട്ടെ. കണ്ടു എൻ്റെ പപ്പിക്കുട്ടിയെ, നല്ല രസമുണ്ടല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പപ്പിക്കുട്ടനെയൊക്കെ സെറ്റാക്കി എൻ്റെ തൊപ്പി എടുത്തിട്ട് ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇതൊക്കെ നല്ല കഷ്ടപ്പാടാന്ന് ഒരു സ്റ്റാൻഡ് എടുത്ത് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് സ്നോ വരുമ്പോൾ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം. പക്ഷേ ആക്ച്വലി ആ ദിവസത്തിന് ശേഷം വേറെ സ്നോ ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ ഐസായി തെന്നി വീഴുന്ന ടൈപ്പ് സ്നോ ആണ്, മറ്റേ ഐസ് ടൈപ്പുള്ള സ്നോ ആണ്. ഇങ്ങനെ നല്ല ഫ്രഷ് സ്നോ കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയ നെക്സ്റ്റ് ടൈം ഞാൻ എന്തെങ്കിലും വെറൈറ്റി ചെയ്യും. ബൈ സീ യു.